അവസാനിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് ന്യായമായത് ലഭ്യമാക്കുവാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വഖഫ് ബോർഡിന് മുകളിൽ കോടതികളായിരുന്നു ഇതുവരെ. കേന്ദ്ര വഖഫ് നിയമത്തിനനുസൃതമായിട്ടുള്ള ചട്ടം നിലവിൽ വരാതിരുന്നത് കൊണ്ട് വഖഫ് ട്രിബ്യൂണൽ നമുക്ക് കഴിഞ്ഞ 2-2.5 വർഷമായി രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാര്യങ്ങൾ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് ഇപ്പോൾ വന്നു. വഖഫ് ബോർഡിന് മുകളിൽ എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്നതിന് വഖഫ് ബോർഡിന് കഴിയുന്നില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് വഖഫ് ട്രിബ്യൂണൽ എന്ന ഒരു കോടതി തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്നു. നേരത്തെ ഓരോ ജഡ്ജിമാരുള്ള 3 മേഖലകളിലുള്ള ട്രിബ്യൂണലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവർ മറ്റു കേസുകളും കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് വഖഫ് കേസുകൾ വളരെ കുറച്ചു മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യം പൂർണ്ണമായും മാറ്റുന്നതിനും വഖഫ് കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിന് ഒരു ട്രിബ്യൂണൽ 3 അംഗ ട്രിബ്യൂണൽ രൂപീകരിക്കുകയും ചെയ്തു. ജില്ലാ ജഡ്ജിയാണ് അതിന്റെ ചെയർമാൻ. 2 അംഗങ്ങൾ അതിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു. അത് തീർത്തും ഒരു സർക്കാർ സംവിധാനമാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ജില്ലാ ജഡ്ജിയാണ്, കോഴിക്കോട്ടെ ജില്ലാ ജഡ്ജി. കേരളത്തിലെ മറ്റു കോടതികളിൽ നിന്നുള്ള എല്ലാ വഖഫ് സംബന്ധമായിട്ടുള്ള കേസുകളും വഖഫ് ട്രിബ്യൂണലിലേക്ക് മാറാൻ വേണ്ടി പോകുന്നു. എല്ലാവർക്കും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. ദൗർഭാഗ്യവശാൽ കക്ഷിത്വത്തിന്റെ പേരിൽ പല സ്ഥാപനങ്ങളെയും രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കാത്ത സ്ഥിതി നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു സംഘം അവരുടെ ബൈലോ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അംഗീകരിക്കപ്പെട്ട ബൈലോ മുൻനിർത്തി ബന്ധപ്പെട്ട കമ്മിറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നതിന് അനുവദിക്കുക എന്നുള്ള ചുമതല നിർവഹിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഒരുപാട് കാലം ഏത് മേഖലയിൽ ഇരുന്നാലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ 2-ൽ കൂടുതൽ തവണ തുടർച്ചയായി വഖഫ് ബോർഡിൽ മുത്തവല്ലിമാരുടെ കോട്ടയിൽ ഉൾപ്പെടെ അംഗങ്ങളായി വരുന്നത് പുതിയ ചട്ടത്തിൽ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴിഞ്ഞ് പിന്നീട് വരുന്നതിന് കുഴപ്പമില്ല. തുടർച്ചയായി ഇങ്ങനെ ചില ആളുകൾ തന്നെ സ്ഥാനങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ ഉണ്ടാകും. അത് പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ സർക്കാർ എടുത്തിരിക്കുന്നത്. 10 മെമ്പർമാരാണ്. അതിൽ 6 പേരും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. 4 പേരെ മാത്രമാണ് സർക്കാരിന് നിയമിക്കുവാൻ വേണ്ടി കഴിയുക. അതിൽ തന്നെ 2 പേർ സ്ത്രീകളാകണം എന്നുള്ള നിർബന്ധം പുതിയ കേന്ദ്ര ആക്ടിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2 പേരാണ് സർക്കാരിന് നോമിനേഷനിലൂടെ വഖഫ് ബോർഡിൽ ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നത്. ഒന്ന് സുന്നി തിയോളജിയിൽ പാണ്ഡിത്യമുള്ള ഒരാൾ, മറ്റൊന്ന് ഷിയ തിയോളജിയിൽ പാണ്ഡിത്യമുള്ള ഒരാൾ. ഷിയാക്കളായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല. പക്ഷേ ഷിയ തിയോളജിയിൽ പാണ്ഡിത്യമുള്ള ഒരാൾ, സുന്നി തിയോളജിയിൽ പാണ്ഡിത്യമുള്ള ഒരാൾ.
പിന്നെ മുസ്ലിം MP-മാരിൽ നിന്ന്, മുസ്ലിം MLA-മാരിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒക്കെയുള്ള പ്രതിനിധികളാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്. ഏതായാലും 5-8 മാസവും കൂടി കഴിയുമ്പോഴേക്ക് പുതിയ ബോർഡിന്റെ പുതിയ ബോർഡ് നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്ക് നല്ല നിലയിൽ ഈ മേഖലയെ കൊണ്ടുപോകണം. കോടിക്കണക്കിന് സ്വത്തുക്കൾ വഖഫ് മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വഖഫ് സംവിധാനം തന്നെ, ഭരണ സംവിധാനം തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതീവ താല്പര്യത്തോടു കൂടിയാണ്. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ സമ്പന്നന്മാരായിട്ടുള്ള, ധനാഢ്യന്മാരായിട്ടുള്ള നിരവധി മുസ്ലിം പ്രമാണിമാർ രാജ്യവിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയി. അവരുടെയൊക്കെ സ്വത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒരഭിപ്രായം അത് ദേശസാൽക്കരിക്കണം എന്നുള്ളതായിരുന്നു. മറ്റൊരഭിപ്രായം മുസ്ലിം സമുദായത്തിൻ്റെ, ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ സ്വത്ത് ഒരു കൂട്ടി സംരക്ഷിക്കുകയും അതിൻ്റെ ആദായം പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശസൽക്കരിക്കണമെന്നുള്ള വാദത്തിൻ്റെ കൂടെ നിന്നില്ല. അദ്ദേഹം വളരെ വലിയ ജനാധിപത്യവാദിയും ഒരു മതവിഭാഗത്തോടും പ്രത്യേകമായ ആഭിമുഖ്യമില്ലാത്ത, ഒരു മതത്തിലും പ്രത്യേകമായി വിശ്വാസവും ഇല്ലാതിരുന്ന അദ്ദേഹം മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത്തരം സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് വഖഫ് സ്വത്തുക്കളും വഖഫ് സംബന്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനവും നമ്മളുടെ രാജ്യത്ത് ഉണ്ടായത്. അതിനു മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കപ്പെടണം. അത് തീരുമാനിക്കുന്നതിന് അന്നത്തെ പ്രധാനമന്ത്രി മുൻകൈയെടുത്തു. കേരളത്തിൽ വഖഫ് ബോർഡിന് സർക്കാർ ഗ്രാന്റ് നൽകണം എന്നുള്ള അഭിപ്രായം അംഗീകരിക്കപ്പെടുന്നത് ഒരു റവന്യൂവിന്റെ സെക്രട്ടറിയായി ഒരു അമുസ്ലിം സഹോദരൻ രാമസ്വാമി ഇരുന്നിരുന്ന കാലത്താണ്. അദ്ദേഹം എറണാകുളത്ത് വന്ന ഘട്ടത്തിൽ വഖഫ് ബോർഡിന്റെ ഓഫീസ് സന്ദർശിച്ചു. കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സർക്കാരിൻ്റെ ഒരു ഗ്രാന്റ് ഇതിന് നൽകണം. അങ്ങനെ രാമസ്വാമിയാണ് 50 ലക്ഷം രൂപ ഗ്രാന്റ് നൽകണമെന്ന് ആദ്യമായി എഴുതുന്നതും സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുന്നതും. ഞാൻ പറയുന്നത് വഖഫ് ബോർഡിൻ്റെ ഘടനയിലും നിലനിൽപ്പിലും മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒരു നല്ല മാതൃക നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്രയും വിശാല മനസ്കത നമ്മളുടെ നാട്ടിലെ സഹോദര സമുദായങ്ങൾ മുസ്ലിം സമൂഹത്തോട് കാണിച്ചു. അതിൻ്റെ പ്രതീകവും കൂടിയാണ് ഇന്ന് നിലനിൽക്കുന്ന വഖഫ് ബോർഡ് സംവിധാനം, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊക്കെ തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരുന്നത്, ചില ആളുകൾ പറയുന്നത് ഭരണഘടനയ്ക്ക് മുകളിലാണ് വിശ്വാസം, ഭരണഘടനയ്ക്ക് താഴെയല്ല എന്നുള്ളതാണ്. വലിയ അപകടകരമായിട്ടുള്ള വാദമാണ്. ഈ വാദം അംഗീകരിക്കപ്പെട്ടാൽ, ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടാൽ, രണ്ടാമതായി ഉയരുന്ന ചോദ്യം ആരുടെ വിശ്വാസമാണ് മുകളിൽ? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് വിശ്വാസത്തിന്റെ പേരിലാണ്. ഭരണഘടനയെ വിശ്വാസം അതിജയിച്ചപ്പോഴാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച സംഭവിച്ചത്. ബാബറി മസ്ജിദ് സംരക്ഷിക്കപ്പെടണമെന്ന് ഇന്ത്യയിലെ മതേതരവാദികൾ മുഴുവൻ ആഗ്രഹിച്ചു. മുസ്ലിം സമുദായം അതാഗ്രഹിച്ചത് അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നുള്ള അർത്ഥത്തിലാണ്. മതേതര വിശ്വാസികൾ അത് സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ഭരണഘടന ഉണ്ടെങ്കിലേ ആർക്കും വിശ്വാസികളാകാൻ കഴിയും. ഫ്രാൻസിൽ അവിടുത്തെ ഭരണഘടന അനുസരിച്ച് ഒരു പൗരനും മതാഭിമുഖ്യമുള്ള ഒരു ചിഹ്നവും പരസ്യമായി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഫ്രാൻസിൽ അവിടുത്തെ ഒരു പൗരൻ
പുറത്തിറങ്ങുകയാണെങ്കിൽ തൊപ്പിയോ തലപ്പാവോ കാവ്യവസ്ത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത വിഭാഗത്തോട് ആഭിമുഖ്യമുള്ള ഡ്രസ്സോ അണിയാൻ വേണ്ടി പാടില്ല. സ്ത്രീകളാണെങ്കിൽ ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല, പർദ്ദ ധരിക്കാൻ വേണ്ടി പാടില്ല. അതവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അവിടുത്തെ ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വിശ്വാസം ഭരണഘടനയ്ക്ക് താഴെയാണ് എന്നുള്ളതാണ്. സൗദി അറേബ്യയിൽ നേരെ മറിച്ചാണ്. സൗദി അറേബ്യയിൽ റിയാദിലോ ജിദ്ദയിലോ ഒക്കെയുള്ള മുസ്ലിം അല്ലാത്ത സ്ത്രീ, ഒരു ഹിന്ദു സമുദായത്തിൽപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന സ്ത്രീ പുറത്തിറങ്ങണമെങ്കിൽ പർദ്ദ ധരിച്ചിരിക്കണം. അത് നിർബന്ധം. ബിക്കോസ് അവിടുത്തെ ഭരണഘടന പറയുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഈ മോഡ് ഓഫ് ഡ്രസ്സ് ധരിച്ചിരിക്കണം എന്നാണ്. അപ്പൊ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് സംഭവങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമ്മളും തെറ്റിദ്ധരിച്ചു പറയും, വിശ്വാസമാണ് പ്രധാനം, അത് ഭരണഘടനയുടെ മുകളിൽ നിൽക്കേണ്ടതാണ്. ഭരണഘടന ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അത് അനുവദിക്കുന്ന ഒരു ഭരണഘടന. അപ്പുറത്തേക്ക് പോകുമ്പോൾ ഏത് വിശ്വാസം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രബലമാകും. ഭൂരിപക്ഷത്തിന്റെ വിശ്വാസമാണോ ഭരണഘടനയുടെ മുകളിൽ നിൽക്കുന്നത്? അതല്ല. ന്യൂനപക്ഷത്തിന്റെ വിശ്വാസമാണോ ഭരണഘടനയുടെ മുകളിൽ നിൽക്കുന്നത്? അങ്ങനെയുള്ള ചർച്ചകൾക്ക് ഇത് വഴിവെച്ചേക്കും. മതന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ ഏതൊരു രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളും ആ രാജ്യങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, നിലനിൽപ്പിന് അഭിവാജ്യമായിട്ടുള്ള ഘടകമാണ്. ഓരോ ജനവിഭാഗങ്ങൾക്കും ഓരോ ജാതി വിഭാഗങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സവിശേഷതകളും പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. അവ ഒരു നാട് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ആ നാട് പുരോഗതി പ്രാപിക്കുക. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ഇന്ത്യയെ പുരോഗതിയിലേക്കല്ല നയിക്കുക, അധോഗതിയിലേക്കാണ്. ഫ്രാൻസിലെ ന്യൂനപക്ഷങ്ങളായിരുന്ന ഹ്യൂഗനോട്ട്സുകളെ അവിടുത്തെ ഭരണാധികാരികൾ ഭൂരിപക്ഷത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി അടിച്ചമർത്തി. ഫ്രാൻസിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ആ സംഭവത്തിന്റെ പേരിൽ. ജർമ്മനിയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്നൊക്കെ ന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിച്ചു. ഹിറ്റ്ലറുടെ കാലത്ത്, മുസോളിനിയുടെ കാലത്തൊക്കെ ഹിറ്റ്ലർ ജൂത ന്യൂനപക്ഷ വിഭാഗത്തെ വലിയ തോതിലാണ് പീഡിപ്പിച്ചത്. സത്യത്തിൽ ജർമ്മനിയിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെട്ട ജൂതന്മാരാണ് ലോകത്തിന്റെ മറ്റു പല ദിക്കുകളിലും ചെന്ന് ആ രാജ്യങ്ങളുടെ ബുദ്ധിയുടെ കരുത്തായിട്ട് മാറിയത്. ചരിത്രകാരന്മാർ പറയുന്നത് ജർമ്മനിയിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ജർമ്മനിയെ വെല്ലാൻ ലോകത്ത് മറ്റൊരു രാജ്യവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. സ്പെയിനിൽ നിന്ന് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി അവിടുത്തെ ഭരണാധികാരികൾ നിഷ്കാസിതരാക്കി. സ്പെയിൻ ഇരുണ്ട ഭൂഖണ്ഡങ്ങളുടെ, ഇരുണ്ട രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വഴുതി വീഴുന്നത് അങ്ങനെയാണ് എന്ന് സ്പെയിനിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാന് പോകാൻ കഴിയില്ല. ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. മധ്യപൗരസ്ഥ മുസ്ലിം രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രൈസ്തവരെ, ജൂതന്മാരെ അവഗണിച്ചുകൊണ്ട് ആ നാടുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാർപ്പാപ്പയുടെ UAE സന്ദർശനത്തിന്റെ പ്രതീകമെന്നോണം ഒരു സർവമത പ്രാർത്ഥനാലയം അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണത്. പള്ളിയിൽ വെച്ച് ക്രൈസ്തവ പുരോഹിതന്മാരോട് അവരുടെ മതവിശ്വാസം അനുസരിച്ച്, ആചാരമനുസരിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരാധനാലയങ്ങൾ ആ ഒരു നിലയിലേക്ക് മാറണം എന്നല്ല, പക്ഷെ അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ വന്നാൽ അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോ
പ്രളയത്തിൻ്റെ സമയം വന്നപ്പോൾ നമ്മളത് മനസ്സിലാക്കി. പ്രളയകാലത്ത് ആളുകളെല്ലാം കൂടി, ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പള്ളിയുടെ മുകളിൽ ആളുകളാണ്, നാനാജാതി മതസ്ഥർ. അപ്പം ഞാൻ അവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്ന ആളുകളോട്, അവരാണ് കൂടുതൽ അവിടെ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളുമുണ്ടോ? അവരെ നമുക്ക് മറ്റു സ്ഥലത്തേക്ക് റിഹാബിലിറ്റേറ്റ് ചെയ്യണം. അവരൊരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾ എത്ര ദിവസം താമസിക്കണമെങ്കിലും ഇവിടെ തന്നെ താമസിച്ചു കൊള്ളാം. പള്ളി കമ്മിറ്റിയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് സഹായിക്കാൻ ഒരുക്കവുമായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ചാണ് നിസ്കരിച്ചത് വെള്ളിയാഴ്ച പ്രളയകാലത്ത്. നമ്മളത് പത്രത്തിൽ വായിച്ചതാണ്. ആപൽ ഘട്ടങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അനിവാര്യമായ സാഹചര്യങ്ങളിൽ അതൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഒരു ബഹുമത സാമൂഹ്യ ഘടനയിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലയിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കണം. അത് ഭൂരിപക്ഷ സമുദായമായാലും ന്യൂനപക്ഷ സമുദായമായാലും ആ ഒരു മര്യാദയുടെ പാലനം നടക്കേണ്ടതുണ്ട്. അത് കീഴടങ്ങലല്ല, സൗഹൃദപൂർണമായിട്ടുള്ള ഒരുതരം ആശയവിനിമയങ്ങളാണത് എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ രാജ്യത്തെ മതാന്ധതയുടെയും വർഗീയതയുടെയും വിളംനിലമാക്കി മാറ്റുവാനുള്ള തീവ്രമായ നീക്കങ്ങൾ വലതുപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുത്തലാഖ് ബില്ലിന്റെ പ്രശ്നം വന്നു. പലർക്കും മനസ്സിലായിട്ടില്ല സത്യത്തിൽ മുത്തലാഖ് ബില്ല് എന്താണ്. ചിലരെങ്കിലും കരുതുന്നത് 3 പ്രാവശ്യം ചൊല്ലേണ്ട തലാഖ് ഒറ്റത്തവണ ഒരു ശ്വാസത്തിൽ ചെല്ലുന്നതാണ് മുത്തലാഖ്, അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് പാസ്സായിട്ടുള്ളത് എന്നാണ്. ആ മുത്തലാഖ് ഇന്ത്യയുടെ സുപ്രീം കോടതി നിരോധിച്ചു. ആ ഘട്ടത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ആളുകളെ 3 വർഷം തടവിന് ശിക്ഷിക്കാൻ അധികാരം നൽകുന്ന ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പോഴാണ് CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്, സിംഗിൾ തലാഖ് ഓർ ട്രിപ്പിൾ തലാഖ്, തലാഖ് മീൻസ് ഡിവോഴ്സ്. ഒറ്റ തലാഖാവട്ടെ 3 തലാഖാവട്ടെ, തലാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് വിവാഹമോചനമാണ്. വിവാഹമോചനം നടത്തുന്ന ഒരു മുസ്ലിമിന് മാത്രം എങ്ങനെയാണ് നിങ്ങൾ 3 വർഷം തടവ് ശിക്ഷിക്കുക? എന്തുകൊണ്ട് വിവാഹമോചനം നടത്തുന്ന ഹിന്ദുക്കൾക്ക് നിങ്ങൾ ഈ നിയമം ബാധകമാക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് വിവാഹമോചനം നടത്തുന്ന ക്രൈസ്തവർക്ക് ഈ നിയമം ബാധകമാക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്ത വിവാഹമോചനം നടത്തുന്നയാൾക്ക് ഈ നിയമം നിങ്ങൾ നടപ്പിലാക്കുന്നില്ല? അതായിരുന്നു മുത്തലാഖുമായി ബന്ധപ്പെട്ട ബില്ലെന്ന് പറയുന്നത്. വിവാഹമോചനം നടത്തിയാൽ പരാതി കൊടുക്കുമ്പോൾ പറയാണ് മുത്തലാഖാണ് ഇദ്ദേഹം ചൊല്ലിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ ആളെ പിടിച്ച് 3 വർഷം ജയിലിലടക്കാം. ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ ഉത്തരേന്ത്യയിൽ ജയിലിലടച്ച സാഹചര്യം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു. ഇത് ഒരു വിഭാഗം ആളുകളെ അന്യായമായി അകാരണമായി കൽത്തുറുങ്കിലടക്കാൻ ഭരണകൂടത്തെ പ്രാപ്തമാക്കുന്നു. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. 11 വോട്ടുകളാണ് അതിനെതിരായി വീണത്, രേഖപ്പെടുത്തിയത്. ആ 11 വോട്ടിൽ 8 വോട്ടുകളും ഇടതുപക്ഷ MP-മാരുടേതായിരുന്നു. 1 വോട്ട് ഹൈദരാബാദിൽ നിന്നുള്ള ഉവൈസിയുടേത്, 1 വോട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ മുസ്ലിം ലീഗ് അംഗത്തിൻ്റേത്, 1 വോട്ട് കേരളത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തെ പ്രേമചന്ദ്രൻ MP-യുടെ. ഇങ്ങനെ 11 വോട്ടുകളാണ് ആകെ മുത്തലാഖ് ബില്ലിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ഏതൊരു പാർട്ടിക്ക് ഒരു ജനവിഭാഗത്തോട് എന്താണ് അവരുടെ മനോഭാവം എന്ന് അറിയാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വളരെ പ്രയോജനപ്പെടും. ഇത് വ്യക്തി നിയമത്തിലെ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ
ഇതിന്റെ പേരിൽ 3 കൊല്ലം ജയിലിലടക്കുക എന്ന് പറയുന്ന കിരാതമായ അപരിഷ്കൃതമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കുന്നതിനെതിരായി ആരാണ് സമീപനം സ്വീകരിച്ചത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ആദ്യം വ്യക്തത വേണ്ടത് നമുക്കാണ്. എന്താണ് മുത്തലാഖ് ബില്ല് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും അതിൻ്റെ ആന്തരാർത്ഥം അറിയില്ല. എന്താണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പൊതുസമൂഹത്തിനും ഇതിനെ സംബന്ധിച്ച ധാരണ വേണ്ടത്ര ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം, വഖഫ് ബോർഡിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, വഖഫിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിൽ എല്ലാ വിഭാഗം ആളുകൾക്കും നീതി കിട്ടണം. ന്യായം ആർക്ക് ലഭ്യമാക്കണമോ അത് ലഭ്യമാക്കണം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ആ വിശ്വാസം നമ്മളെ റിഫൈൻ ചെയ്യുകയാണ് വേണ്ടത്, നമ്മളെ പ്യൂരിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ആ ഒരു പ്യൂരിഫിക്കേഷനും നടക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ചർച്ചകളിൽ ആ കാര്യവും കൂടി വരണം എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് SMA-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വഖഫ് സമ്മേളനം ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, കേരള ഗവൺമെൻറ്റിൻ്റെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ കൗണ്ടറുണ്ട്. ഇതിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ഇമാം റാസി ഇസ്ലാമിക് അക്കാഡമി തവനൂർ, അതിൻ്റെ പ്രവർത്തകൻ മിസ്റ്റർ ഷാഫിക്ക് സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് SMA-യുടെ നിവേദനം പ്രസിഡന്റ് KK ഉസ്താദ് നൽകുന്നു. മദ്രസ ബോർഡ് ചെയർമാൻ MP അബ്ദുൽ ഗഫൂർ സാഹിബിന് മിനിസ്റ്റർ കൂടെ തന്നെ പോകാനുള്ളതുകൊണ്ട് അദ്ദേഹം അല്പം വാക്കുകൾ ആശംസ പറഞ്ഞ് വേദിയിലും സദസ്സറുമുള്ള ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സമൂഹം ഇന്ന് ആവശ്യപ്പെടുകയും ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് ഊർജ്ജം കൂട്ടുന്ന സന്ദർഭത്തിൽ നാടിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ രംഗത്തിറങ്ങുന്ന SMA ഇത്തരം ഒരു സമ്മേളനം നടത്തിയത് ഇതിൻ്റെ ആവശ്യകതയും കൂടി കൊണ്ട് തന്നെയാണെന്ന് അറിയാം. ഏക്കർ കണക്കിന് സ്വത്തുക്കളും നീതിപൂർവമല്ലാത്ത സമീപനങ്ങളും എല്ലാം വഖഫ് ബോർഡിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ SMA നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകർ നന്ദി പറയുന്നു. അതോടൊപ്പം എന്നിൽ ഏൽപ്പിച്ച ചുമതല സംസ്ഥാന ഗവൺമെൻറ് ന്യൂനപക്ഷ വകുപ്പ് ഏൽപ്പിച്ച ചുമതല കേരളത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ജനവിഭാഗമായ മുസ്ലിങ്ങളുടെ വിഭാഗമായ മദ്രസ അധ്യാപകരുടെ ക്ഷേമമാണ്. സർക്കാർ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മദ്രസ അധ്യാപകർക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബഹുമാന്യരെ, നിങ്ങളെല്ലാവരും തന്നെ മദ്രസ അധ്യാപകരെ പ്രതിനിധിക്കുന്ന ആളുകളോ മാനേജ്മെന്റ് പ്രതിനിധികളോ ആയിരിക്കുമെന്ന് അറിയാം. ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതി വെറും മാസത്തിൽ 50 രൂപ മാത്രമാണ് അധ്യാപകനും 50 രൂപ മാനേജ്മെന്റ് മാത്രമാണ് രജിസ്ട്രേഷന് വേണ്ടി അടയ്ക്കേണ്ടത്. അതടച്ച് 5 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള 1-ാം വർഷം തന്നെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏക ക്ഷേമനിധി മദ്രസ അധ്യാപക ക്ഷേമനിധി തന്നെയാണ്. 5 വർഷം കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, പെൻഷൻ, പാർപ്പിടം,
അതുപോലെ വിവാഹധന സഹായം, ചികിത്സാ സഹായം, ഒട്ടനവധി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കർഷകർക്ക് പ്രയാസങ്ങൾക്കും താങ്ങും തണലുമായിട്ടാണ് ഈ ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ക്ഷേമ പദ്ധതി ഉൾപ്പെടുന്ന ആളുകളുടെ മൂലധനം അംശാലയം മാത്രമാണ് ഇതിൻ്റെ മൂലധനം. അതുകൊണ്ട് നല്ലൊരു സദസ്സിൽ വെച്ചൊരു അപേക്ഷയാണ് ക്ഷേമ പദ്ധതിയിൽ എല്ലാ മാധ്യമങ്ങളെയും ചേർത്താണെന്നും ചേരാൻ ആവശ്യമായ ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനരായ തിരക്കിനിടയിലും നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വിഷയങ്ങളിലും കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മോട് കൂടെ നിൽക്കുന്നവരാണ്. വഖഫ് ബോർഡിലെ ബാർ അസോസിയേഷൻ മെമ്പർ ഇപ്പോഴും എസ്എംഎയുടെ നല്ല സഹകരണത്തോടുകൂടി ബാർ അസോസിയേഷനിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ബാർ കൗൺസിലിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത തവണത്തെ ബോർഡിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശംസ നേരുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വഖഫ് വസ്തുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുന്നതിന് എസ്എംഎയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിൽ ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള അവസരമൊരുക്കിയ എസ്എംഎ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യായ അധ്യക്ഷൻ എസ്എംഎ പ്രസിഡന്റ് കെ അഹമ്മദ് ജുൽസലാസ്, സ്വാഗതം ആശംസിച്ച പ്രൊഫസർ KM അലി, മുഖ്യപ്രഭാഷണം നടത്തുന്ന കാന്തപുരം AP മുഹമ്മദ് മുസല്യ, ഉദ്ഘാടകനായ ഡോക്ടർ KT ജലീൽ, വിഷയാവതരണം നടത്തി സംസാരിക്കുന്ന MA നിസാർ, കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് ഫൈസി, വേദിയിലെ പണ്ഡിതർ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതരെ, ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. കേരളത്തിലെ ബാർ കൗൺസിലിൽ പ്രതിനിധീകരിച്ചാണ് ഈ കഴിഞ്ഞ വഖഫ് ബോർഡിൽ ഞാൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള വഖഫ് ബോർഡിൻ്റെ ഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ നിയമസഭയിൽ നിന്ന് 2 മുസ്ലിം MLA-മാരെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ നിയമസഭയിൽ 33 മുസ്ലിങ്ങളാണ് നിലവിലുള്ളത്. അതുപ്രകാരം ഒരു MLA ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും ഒരു MLA ഈ UDF ഭാഗത്തുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ രീതിയിലാണ് ഇന്ന് ആ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. കൂടാതെ ലോക്സഭയിൽ നിന്നുള്ള ഒരു MP, കേരള ബാർ കൗൺസിലിൽ നിന്നുള്ള ഒരു പ്രതിനിധി കേരളത്തിലെ ഭാഷയിൽ പ്രതിനിധീകരിച്ച് ഈ ബോർഡിലുണ്ടാവും. കൂടാതെ മുത്തവല്ലി കോട്ടയിൽ നിന്ന് എടുക്കപ്പെടുന്ന 2 അംഗങ്ങൾ, കേരള ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന 10 അംഗ സമിതിയാണ് ഇന്ന് കേരള വഖഫ് ബോർഡ് ആയി നിലനിൽക്കുന്നത്. ഇതിൽ നിർഭാഗ്യവശാൽ പറയട്ടെ, ഈ പറയുന്ന ആളുകളിൽ നിന്ന് ബഹുഭൂരിഭാഗവും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയക്കാരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളാണ് ഇന്ന് കേരള വഖഫ് ബോർഡ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ആധികാരികമായി പറയാൻ കഴിയും, ഇവിടുത്തെ സ്വാഗത സമ്മേളനത്തിൽ ഈ എസ്എംഎയുടെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ KM റഹീം സാഹിബ് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സമഗ്രമായ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയാതെ വിട്ടുപോയ ഒരു കാര്യങ്ങളുമില്ല. ആ പ്രസംഗം 100% ഞാൻ യോജിക്കുകയാണ്. യഥാർത്ഥത്തിൽ
എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കേണ്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ ഉള്ള നീതിയും വിധിന്യായങ്ങളും വരുന്നു എന്നുള്ളത് ലജ്ജാകരമാണ്. എന്നാൽ ഒരു മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള വിമർശനങ്ങളും